Dear students, welcome to my channel. Homework classinte പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ സസ്യലോകത്തെ അടുത്തറിയാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തിന്റെ തന്നെ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഐ ബട്ടണിൽ അത് വരുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ആ ഒരു വീഡിയോ കാണുക. ഇനി മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കുള്ള മലയാളത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ആഹാരമായി ഉപയോഗിക്കാറ്? നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ പഠിച്ച ഒരു കാര്യമാണ് ഇതല്ലേ. ഒരു സസ്യത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ആഹാരമായി ഉപയോഗിക്കാറ്? എന്തൊക്കെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ വരുന്നത്? ഇല, കാണ്ഡം, ഫലം, വേര്, ഇവയെല്ലാം നമ്മൾ ആഹാരമായി ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ. അടുത്ത ചോദ്യം, പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങൾ പഠിച്ചതാണ് സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച്. ഏതൊക്കെയായിരുന്നു? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പു, ഇവയൊക്കെ പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളാണ് അല്ലേ. അടുത്ത ചോദ്യം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? എന്തിനെല്ലാം വേണ്ടിയാണ് നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം, സുഗന്ധവ്യഞ്ജനങ്ങൾ ആഹാരത്തിന് മണവും രുചിയും നൽകാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഔഷധമായും ഇവ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീടുകളിൽ പല ആഹാരങ്ങൾക്കും നമ്മൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നതാണല്ലേ. ഇഞ്ചി, കുരുമുളക് പോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആഹാരത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? മണത്തിനും രുചിക്കും വേണ്ടിയൊക്കെയാണ് അവ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വേണ്ടിയും ഇവ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്ത്? നിങ്ങൾ പഠിച്ചതാണ് എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലേ. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഹരിത സസ്യങ്ങൾ അവയുടെ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും ലവണങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അപ്പം നമ്മൾ പഠിച്ചതാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെയാ? എന്തെല്ലാം ഉപയോഗിച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത് അതുകൂടെ നമ്മൾ പറയണം അല്ലേ. എന്തൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും ലവണങ്ങളും വേണം അല്ലേ. ഇവ ഉപയോഗിച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടതെന്നല്ലേ. ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം. പിന്നെ വേറൊരു കാര്യം വേണമെന്ന് നിങ്ങൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഹരിതകം അല്ലേ. ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവാണ് ഹരിതകം. അപ്പോൾ ഹരിതകം വേണം. പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നു അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. പിന്നെ എന്തൊക്കെ വേണം? ജലം വേണം, ലവണങ്ങൾ വേണം. ഇത്രയും ഘടകങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായവ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്നത് എന്തെല്ലാമാണ്? ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താ? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ അല്ലേ. ഇനി പറയുന്നത് പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഒന്ന് ഗ്ലൂക്കോസ് അല്ലേ. ഗ്ലൂക്കോസ് ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്തതോ ഓക്സിജൻ. ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ പുറത്തുവിടുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു. അത് അവയുടെ ഭാഗങ്ങളിൽ തന്നെ സംഭരിച്ചു വെക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആസ്യരന്ധ്രം എന്നാൽ എന്ത്? പഠിച്ചതല്ലേ ആസ്യരന്ധ്രങ്ങൾ. എന്താണ് ആസ്യരന്ധ്രം? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം നടക്കുന്നത് ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലേ. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏത് ഭാഗത്തിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളുണ്ട്. ഇവയിലൂടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഈ സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, ആസ്യരന്ധ്രങ്ങളുടെ മറ്റൊരു ധർമ്മം എന്ത്? നമ്മൾ പറഞ്ഞു ആസ്യരന്ധ്രങ്ങളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നത് ആസ്യരന്ധ്രങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ? അതിന് മറ്റൊരു ധർമ്മം കൂടെയുണ്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്. സസ്യങ്ങളിൽ അധികമായി വരുന്ന ജലത്തെ പുറത്തുവിടുന്നു. നിങ്ങൾക്കറിയാമല്ലോ, സസ്യങ്ങൾ ജലം വലിച്ചെടുക്കുന്നുണ്ടല്ലേ? കുറേ കഴിയുമ്പോൾ ഒരുപാട് ജലം അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിയുമ്പോൾ അത് പുറത്തു പോകണം, ബാഷ്പീകരിച്ച് പുറത്തു വിടുന്നു. ആ ബാഷ്പീകരണം നടക്കുന്നത് ഈ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. അപ്പോൾ ആസ്യരന്ധ്രങ്ങളുടെ മറ്റൊരു ധർമ്മം അധികമായി വരുന്ന ജലത്തെ പുറത്തുവിടുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഹരിതകം എന്നാൽ എന്ത്? തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഹരിതകത്തെക്കുറിച്ച്. എന്താണ് ഹരിതകം? സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള വർണ്ണമാണ് ഹരിതകം. ഇവ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നു. ഇവ കൂടുതലും കാണപ്പെടുന്നത് ഇലകളിലാണ്. എന്താണ് ഹരിതകം? നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയാണ് ഹരിതകം സഹായിക്കുന്നത് അല്ലേ? എന്താ ചെയ്യുന്നത്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഹരിതകമാണ്. എവിടെയാണ് ഇവ കാണപ്പെടുന്നത്? കൂടുതലും ഇലകളിലാണ് കാണപ്പെടുന്നത്. സസ്യ ശരീരഭാഗങ്ങളിൽ മുഴുവൻ ഉണ്ടെങ്കിലും ഇലകളിലാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ളൊരു വർണ്ണം, അതാണ് ഹരിതകം. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ കാണപ്പെടുന്ന വിവിധ വർണ്ണങ്ങളുടെ ധർമ്മം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹരിതകം കൂടാതെ പല തരത്തിലുള്ള വർണ്ണങ്ങളും സസ്യങ്ങളിൽ കാണപ്പെടാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ സസ്യങ്ങളിൽ പലതരത്തിലുള്ള വർണ്ണങ്ങൾ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇതാണ്, ഇവ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളായ ഇല, പൂവ്, കാണ്ഡം, ഫലം എന്നിവയ്ക്ക് നിറം നൽകുന്നു. ചെടികൾക്ക് പലതരത്തിലുള്ള നിറങ്ങൾ ഉള്ളത് ഇത്തരത്തിലുള്ള വർണ്ണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സസ്യങ്ങളിൽ കാണപ്പെടുന്ന മറ്റു വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാം വർണ്ണങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത്? ഒന്ന് ഹരിതകമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, പച്ച നിറത്തിലുള്ള വർണ്ണം. മറ്റു വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? സാന്തോഫിൽ മഞ്ഞ നിറമാണ് നൽകുന്നത്. പിന്നെ കരോട്ടിനോ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം സസ്യങ്ങൾക്ക് നൽകുന്നു. ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ 3 വർണ്ണങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്: സാന്തോഫിൽ, കരോട്ടിൻ, അതുപോലെ തന്നെ ആന്തോസയാനിൻ. ഇവ ഏതെല്ലാം കളറുകളാണ് നൽകുന്നതെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പ്രകാശ സംശ്ലേഷണവും ശ്വസനവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നല്ലേ, നമ്മളൊരു ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറയേണ്ടത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ ഓക്സിജനാണ് സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ശ്വസന സമയത്ത് ഇവ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജനെ പുറത്തുവിടും. അത് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഓക്സിജനെ പുറത്തുവിടുന്നു. ഇനി സസ്യങ്ങളും ജന്തുക്കളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട് അല്ലേ? സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്, മൃഗങ്ങളും ശ്വസിക്കുന്നുണ്ട്, മനുഷ്യരും ശ്വസിക്കുന്നുണ്ട്. ഈ ശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എന്ത് ചെയ്യും? സസ്യങ്ങൾ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും താളം തെറ്റും. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമാണോ? എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ? എന്താണെങ്കിലും എന്തുകൊണ്ടാണെന്ന് പറയണം. എന്തായിരിക്കും ആൻസർ? ഇല്ല അല്ലേ? കാരണം എന്താണ്? രാത്രിയിൽ സൂര്യപ്രകാശമില്ല, അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പം എങ്ങനെ പറയാം? രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് പ്രകാശ സംശ്ലേഷണം സാധ്യമല്ല. അടുത്ത ചോദ്യം, എപ്പിഫൈറ്റുകൾ എന്നാൽ എന്ത്? എപ്പിഫൈറ്റുകൾ നിങ്ങൾ പഠിച്ചതല്ലേ? എന്താണ് എപ്പിഫൈറ്റുകൾ? മരവാഴയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ? ഒരു പ്രത്യേകതയുണ്ട് അവയ്ക്ക്. വാസസ്ഥലത്തിന് വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുകയും സ്വന്തമായി ആഹാരം പാകം ചെയ്യുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. അതായത് ഇവ എന്ത് ചെയ്യുന്നു? അവ വാസസ്ഥലത്തിന് അല്ലെങ്കിൽ അവയ്ക്ക് താമസിക്കാൻ വേണ്ടി മാത്രം അവ എന്ത് ചെയ്യുന്നു? മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നു. പക്ഷേ സ്വന്തമായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആഹാരം പാകം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ്, അന്തരീക്ഷത്തിൽ നിന്നും ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് അവ സ്വന്തമായിട്ട് തന്നെ ആഹാരം പാകം ചെയ്യുന്നുണ്ട്.
പക്ഷേ അവ എന്ത് ചെയ്യുന്നു? വളരുന്നത് മറ്റ് സസ്യങ്ങളിലാണ് അല്ലെങ്കിൽ മറ്റു മരങ്ങളിലാണ്. ഇവയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വളരുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? എന്തായിരിക്കും ഉത്തരം? ഇല്ല അല്ലേ? കാരണം എന്താണ്? എപ്പിഫൈറ്റുകൾ ഒരു തരത്തിലും അവ വളരുന്ന സസ്യങ്ങളെ ഉപദ്രവിക്കുന്നില്ല. കാരണം അവയുടെ വേരുകൾ ആഴ്ത്തി ജലമോ ലവണങ്ങളോ അല്ലെങ്കിൽ ആഹാരമോ ഒന്നും വലിച്ചെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവ സ്വന്തമായിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അവ ഒരു താമസത്തിനുള്ള ഒരു ഇടമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വളരുന്ന സസ്യങ്ങളിൽ ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? എപ്പിഫൈറ്റുകൾ പഠിച്ച് തൊട്ടടുത്ത് നമ്മൾ പഠിച്ച കാര്യമായിരുന്നു പരാദ സസ്യങ്ങൾ അല്ലേ? പരാദ സസ്യങ്ങൾ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തായിരിക്കും? അർദ്ധപരാദങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്തുകൊണ്ട് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൂർണ്ണപരാദങ്ങളോ? പൂർണ്ണപരാദങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്നും ആഹാരം വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്നു. ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അർദ്ധപരാദങ്ങൾ എന്താ ചെയ്യുന്നത്? ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് അവ തന്നെ ആഹാരം നിർമ്മിക്കും, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. എന്നാൽ പൂർണ്ണപരാദങ്ങളോ? അവരൊരു പണിയും ചെയ്യുന്നില്ല. അവർ മറ്റ് സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം വലിച്ചെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ആതിഥേയ സസ്യത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ് ആര്? പൂർണ്ണപരാദങ്ങൾ. അർദ്ധപരാദങ്ങളും ആശ്രയിക്കുന്നുണ്ടെങ്കിലും അവ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ 2 വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? കാരണം ആതിഥേയ സസ്യം വലിച്ചെടുക്കുന്ന ലവണങ്ങളും അതുപോലെ തന്നെ ജലവും അല്ലെങ്കിൽ അവ നിർമ്മിക്കുന്ന ആഹാരം ഇതൊക്കെ മറ്റ് സസ്യങ്ങൾ വലിച്ചെടുത്താൽ അവയെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പം അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ എപ്പിഫൈറ്റുകൾ അത്തരത്തിൽ ദോഷമുണ്ടാക്കുന്നില്ല. അടുത്ത ചോദ്യം ഇതാണ്, റെഫ്ലേഷ്യ. നിങ്ങൾ കണ്ടില്ലേ? റെഫ്ലേഷ്യയുടെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. റെഫ്ലേഷ്യ ഡാഷിന് ഉദാഹരണമാണ്. എന്തോ ഒന്നിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ റെഫ്ലേഷ്യ പഠിച്ചത്. എന്തിനായിരുന്നു? പരാദ സസ്യത്തിന് അല്ലേ? പരാദ സസ്യങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ് റെഫ്ലേഷ്യ. റെഫ്ലേഷ്യയുടെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റെഫ്ലേഷ്യ, ഏറ്റവും വലിയ പൂവ്. അടുത്ത ചോദ്യം, ശവോപജീവികൾ എന്നാൽ എന്ത്? ശവോപജീവികൾ നമ്മൾ പഠിച്ചതാണല്ലേ? എന്താ ശവോപജീവികൾ? ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. അതായത് ജീർണിക്കുന്ന വസ്തുക്കളില്ലേ, എന്തെങ്കിലും തടികളോ അല്ലെങ്കിൽ എന്താണെങ്കിലും ജീർണിക്കുന്ന വസ്തുക്കളിൽ അവയിൽ നിന്നുള്ള പോഷകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങൾ, അവയെ നമ്മൾ ശവോപജീവികൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂണ്, അതുപോലെ തന്നെ മോണോട്രോപ്പ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, സസ്യങ്ങളിലെ സ്പ്രിങ് പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഡാഷ്. അടുത്തൊരു ഭാഗത്ത് നമ്മൾ പഠിച്ചതാണല്ലേ, സസ്യങ്ങൾ മറ്റു സസ്യങ്ങളിൽ കയറി അല്ലെങ്കിൽ പടർന്ന് കയറി വളരുന്ന സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയ്ക്ക് ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് അവ മറ്റുള്ള സ്ഥലങ്ങളിൽ പിടിച്ചു കയറുന്നത്. ഇത്തരത്തിൽ സ്പ്രിങ് പോലെ കാണപ്പെടുന്ന ഈ ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് പ്രധാനങ്ങൾ അല്ലേ? പ്രധാനങ്ങൾ. അടുത്ത ചോദ്യം, ആരോഹികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ആരോഹികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതെങ്കിലും മരങ്ങളിലോ അല്ലെങ്കിൽ താങ്ങുകളിലൊക്കെ കയറി പിടിച്ച് വളരുന്ന സസ്യങ്ങൾ, അവയായിരുന്നു ആരോഹികൾ. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. ദുർബലകാണ്ഡ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ സ്റ്റെം, അവയുടെ തണ്ട് വളരെ വീക്കായിരിക്കും അല്ലേ? ഒട്ടും സ്ട്രോങ് ആയിരിക്കില്ല. അതാണ് ദുർബലകാണ്ഡ സസ്യങ്ങൾ. അപ്പം മറ്റു ചെടികളിൽ പടർന്നു കയറിയാണ് ഇവ ജീവിക്കുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ, അവയ്ക്ക് സ്പ്രിങ് പോലെ ഒരു ഭാഗമുണ്ട്, അത് വെച്ചാണ് ഇവ ചുറ്റിപ്പിടിക്കുന്നത്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. അതായത് ചില ചെടികളിൽ, ആരോഹികളിൽ തന്നെ ചില ചെടികളിൽ സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് അവ പ്രധാനങ്ങൾ. എന്നാൽ മറ്റു ചില ചെടികളിൽ പറ്റുവേരുകൾ, ചെറിയ വേരുകൾ കാണപ്പെടും. ഇവ ഉപയോഗിച്ചാണ് അവ വളരുന്നത്. അതിന് ഉദാഹരണമാണ് കുരുമുളക്. കുരുമുളക് പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മരങ്ങളിൽ കയറുന്നത്. പടവലം, പാവൽ തുടങ്ങിയവയ്ക്ക് സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അവ പ്രധാനങ്ങൾ അല്ലേ? പ്രധാനങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് അവ കയറുന്നത്. ഇതെല്ലാമാണ് ആരോഹികളുടെ പ്രത്യേകതകൾ.
അടുത്ത ചോദ്യം, ഇഴവള്ളികളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ആരോഹികളുടെ കൂടെ തന്നെ നമ്മൾ പഠിച്ചതാണ് ഇഴവള്ളികൾ എന്താണെന്ന്, അല്ലേ? നിലത്ത് പടർന്നു വളരുന്ന സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഇവയ്ക്ക് പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നുമില്ല, അല്ലേ? ചിത്രമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ മധുരക്കിഴങ്ങ്, കൊടങ്ങൽ പോലെ അങ്ങനെയുള്ള സസ്യങ്ങളെയൊക്കെ കണ്ടതാണ്. അവ നിലത്ത് പടർന്നാണ് വളരുന്നത്. അവയ്ക്ക് ഈ പ്രധാനങ്ങളോ അല്ലെങ്കിൽ പറ്റുവേരുകളോ ഒന്നുമില്ല. അപ്പം ഇവയെ നമ്മൾ ഇഴവള്ളികൾ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? താങ്ങുവേരുകൾ എന്താണെന്ന് പഠിച്ചതാണ്. പൊയ്ക്കാൽ വേരുകൾ എന്താണെന്നും പഠിച്ചതാണ്, അല്ലേ? എന്താണ് ഇവയുടെ വ്യത്യാസങ്ങൾ? പേരാലിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് താങ്ങുവേരുകൾ. ഇവ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളർന്ന് മരത്തിന് താങ്ങ് നൽകുന്നു. എന്നാൽ പൊയ്ക്കാൽ വേരുകൾ സസ്യത്തിൻ്റെ കാണ്ഡത്തിൽ നിന്നുമാണ് വളരുന്നത്. ഇവയും സസ്യത്തെ മണ്ണിൽ താങ്ങി നിർത്തുന്നു. ആറ്റുകൈതയിലാണ് ഇത്തരം വേരുകൾ കാണപ്പെടുന്നത്. അപ്പോൾ താങ്ങുവേരുകൾ കാണപ്പെടുന്നത് പേരാലിലാണ്, പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്നത് ആറ്റുകൈതയിലാണ്. താങ്ങുവേരുകളുടെ പ്രത്യേകത, അവ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു. പൊയ്ക്കാൽ വേരുകൾ കാണ്ഡത്തിൽ നിന്നുമാണ് താഴേക്ക് വളരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ധർമ്മം എന്ന് പറയുന്നത് ആ സസ്യത്തിന് താങ്ങ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അടുത്ത ചോദ്യം, കണ്ടൽ ചെടികളുടെ പ്രത്യേകത എന്ത്? കണ്ടൽ ചെടികൾ എന്താണെന്ന് അറിയാലോ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ, അല്ലേ? ഇവയുടെ വേരുകളുടെ അഗ്രം അന്തരീക്ഷത്തിലേക്ക് വളരുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ എന്നറിയപ്പെടുന്നു. കണ്ടൽ ചെടികളുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതായത് ചതുപ്പ് നിലങ്ങൾ, വെള്ളത്തിൽ ചെളിയോടുകൂടിയ ഭാഗങ്ങൾ, അവിടെയാണ് ഇവ വളരുന്നത്. ഇവയുടെ ചുറ്റും പ്രത്യേകതരം വേരുകൾ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാം. എന്തിനാണ് ഈ വേരുകൾ സഹായിക്കുന്നത്? അവയെ ശ്വസനത്തിന് വേണ്ടി സഹായിക്കുന്ന വേരുകളാണ്. അതുകൊണ്ട് തന്നെ ഇവ ശ്വസന വേരുകൾ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താണ് സംഭരണ വേരുകൾ, എന്താണ് ഭൂകാണ്ഡങ്ങൾ, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? ഇതാണ് പറയേണ്ടത്. ആഹാരം ശേഖരിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന വേരുകളെ സംഭരണ വേരുകൾ എന്നും മണ്ണിനടിയിൽ ആഹാരം സംഭരിക്കാൻ വേണ്ടി രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളെ ഭൂകാണ്ഡങ്ങൾ എന്നും പറയുന്നു. അതായത് സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ വേരുകളാണ് അത് യഥാർത്ഥത്തിൽ. ഭൂകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അവ കാണ്ഡത്തിൻ്റെ ഭാഗമായിരിക്കും, അവ വേരുകളല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് അത് വേരുകളായിട്ട്. അപ്പോൾ സംഭരണ വേരുകൾക്ക് ഉദാഹരണം നമ്മുടെ മരച്ചീനിയൊക്കെ സംഭരണ വേരുകളാണ്. അതേസമയം ഭൂകാണ്ഡത്തിൽ വരുന്നത് മഞ്ഞൾ, ഇഞ്ചി, അതൊക്കെ ഭൂകാണ്ഡങ്ങളാണ്. അത് കാണ്ഡം തന്നെയാണ്. കാണ്ഡം മറ്റൊരു രൂപം പ്രാപിച്ച് ആഹാരം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം, സംഭരണ വേരുകൾക്കും ഭൂകാണ്ഡങ്ങൾക്കും ഉദാഹരണങ്ങൾ എഴുതുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് ക്യാരറ്റ്, ബീട്രൂട്ട്, കപ്പ. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണം ഇഞ്ചി, മഞ്ഞൾ. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകളെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ബൈ.